ഇതുവരെ ജോലിക്കാരൻ മാത്രമായിരുന്നു, ഇപ്പൊ ഡ്രൈവറും ആക്കി. ഉഴപ്പാതെ പഠിച്ചോണം. കോളേജിൽ നിന്ന് ഒരു ചെറിയ കംപ്ലൈന്റ് പോലും കേൾക്കാൻ ഇടവരരുത്. ചെല്ല്. മതി, ഇറങ്ങിക്കേ, ഇറങ്ങാൻ. ആദ്യം തൊട്ടപ്പോ ഞാൻ ഓർത്തു അറിയാതെ പറ്റിയതായിരിക്കുന്നു. പിന്നെ ആവർത്തിച്ചപ്പോഴല്ലേ മനസ്സിലായത് മനഃപൂർവ്വം ചെയ്യാന്ന്. ഇങ്ങനെ ശല്യം ചെയ്താ ഞാനെങ്ങനെ വണ്ടി ഓടിക്കുക? എനിക്ക് ഹാൻഡിലിന്റെ മുകളിൽ പോയി ഇരിക്കാൻ പറ്റുമോ? പ്ലീസ് ഡോണ്ട് ക്രൈ. സോറി. എന്നെ പോലുള്ള ആൺകുട്ടികളെ കാണുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ തോന്നാം. പക്ഷേ എനിക്ക് ഓൾറെഡി ഗേൾ ഫ്രണ്ട് ഉണ്ട്. ഫേസ്ബുക്കിലെ സ്റ്റാറ്റസ് വരെ മാറ്റി, വേണേ ചെക്ക് ചെയ്തോ. പ്ലീസ് അങ്ങനെ നോക്കരുത് പ്ലീസ്. എന്റെ പല്ലവിയെ ഞാൻ ചതിക്കില്ല. കയറൂ. മിനിമം 1/2 ഇഞ്ചെങ്കിലും ഗ്യാപ്പ് ഇട്ടിരിക്കണം. അതാണ് നമ്മുടെ സേഫ് ജേണിക്ക് നല്ലത്. നിക്ക്, 1/2 ഇഞ്ച് ബാക്ക്. ആ ബാഗ് എടുത്ത് ഗ്യാപ്പിൽ വെക്ക്. ഇത് പല്ലവിയുടെ കോളേജല്ലേ? ഹലോ, നീ എവിടെ? ഞാനെവിടെ പോവാനാ? കോളേജിലുണ്ട്. നീ എവിടാ? ഞാൻ നിന്റെ കോളേജിന്റെ പുറത്ത്. നീ എന്തിനാ കോളേജ് വന്നേ? അത് ഞാൻ പറയില്ല. പറയൂ. നിന്നെ കാണാനെന്ന് വെച്ചോ? ആണോ? എന്നാ ഞാൻ കോളേജ് ക്യാന്റീനിലേക്ക് വരാം, അവിടെ വന്നാ കാണാം. ഓക്കെ. ഏതാ പെണ്ണ്? ഏത് പെണ്ണ്? കൂടെ വന്നവൾ. ഓ, കണ്ടോ? നല്ല സുന്ദരിയാണല്ലോ. ശരിക്കും സുന്ദരിയാണോ? നീ അവളെ കണ്ടില്ലേ? ഒരിക്കലുമില്ല. നീയാണ് സത്യം. അബാബാബാ, എന്തൊരു ആക്ടിങ്. അവൾ ആരാന്ന് പറഞ്ഞേ? ചേട്ടത്തിയുടെ അനിയത്തിയാ. അനിയത്തിയോ? അവൾ എവിടെ താമസിക്കുന്നേ? എന്റെ വീട്ടില്. ചേട്ടത്തിയുടെ അനിയത്തി വീട്ടിൽ തന്നെ താമസിക്കുന്നു, എന്നിട്ട് നീ കണ്ടിട്ടില്ല? ഇത് കഷ്ടാണല്ലോ. ഞാൻ പറയുന്ന വിശ്വാസമാവുന്നില്ലേ? ഞാൻ വിശ്വസിക്കില്ല. എങ്കിൽ വന്ന് ചെക്ക്. ഞാൻ ആ കാര്യം സംസാരിച്ചു. അവനത് വാങ്ങിക്കാൻ തയ്യാറാണ്. നിനക്കും അച്ഛനും സമ്മതമാണെങ്കിൽ ഞാൻ അയാളോട് വരാൻ പറയട്ടെ. എല്ലാ കാര്യങ്ങളും അങ്കിളിന് അറിയാലോ. എന്താ വേണ്ടെന്ന് വെച്ചാൽ അതുപോലെ ചെയ്തു. ഓക്കെ മോളെ, ഞാൻ ഡോക്യുമെന്റ്സുമായി അങ്ങോട്ട് വരാം. ഓക്കെ അങ്കിൾ. എന്നാ നേരിട്ട് കാണാം. ശരി. ഒരു വെജിറ്റബിൾ കട്ടർ. പറഞ്ഞ സമയത്ത് സാധനം ഇവിടെ കിട്ടിയിരിക്കണം. നീ ഹോസ്റ്റലിൽ പോയില്ലേ? എന്നാൽ നീ ഇവിടെ എന്തെടുക്ക? നീ എന്റെ പുറകെ ഇങ്ങോട്ട് പോന്നോ? എന്നെ കൊലക്കെടുക്കാൻ ഇങ്ങ് വന്നേ. അയ്യോ, ഈ ബന്ധിനെ ഇങ്ങോട്ട് വന്നേ. അവരൊന്ന് നേരിട്ട് കാണാനാ വന്നേ. നിനക്കെന്നെ തീരെ വിശ്വാസല്ലേ? അകത്ത് എന്റെ ചേട്ടത്തി അവരുടെ അനിയത്തി ഒക്കെ ഉണ്ട്. എന്റെ ഗേൾഫ്രണ്ട് ഇവിടെ വന്നു ഞാൻ അവരറിഞ്ഞ. അയ്യോ, നിനക്ക് അവളുടെ ഫീലിംഗ്സിനെ കുറിച്ചാണല്ലോ ശ്രദ്ധ. എന്താടി? രണ്ടുപേരും കൂടെ വല്ല ചുറ്റിക്കളിയും തുടങ്ങിയോ? വിളിക്കവളെ. എടി ചേട്ടത്തിയുടെ അനിയത്തി, പുറത്തു പാടി. എനിക്ക് അവളെ കാണണം. വിട്. എടി ചേട്ടത്തിയുടെ അനിയത്തി, ഇവൻ എന്നെ ചതിച്ചു. പരിഹാരം ഉണ്ടാക്കാം, നീ വേഗം ചെല്ല്. ടെലിബ്രാൻഡിന്റെ ആളല്ലേ? അല്ലേ? ഇവിടെ ബഹളം. അതെ ചേച്ചി, ഇവൻ ചോദിക്കായിരുന്നു ഓൺലൈൻ ഷോപ്പിംഗ് എന്തിനാന്ന്.